നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പാക്കും UR പ്രദീപ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് ധനവകുപ്പ് കടുത്ത നടപടികളിലേക്ക്. വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ച് ധനമന്ത്രി. ഇന്ത്യയിലെ കളി അവസാനിപ്പിച്ച് ഈ ക്രിക്കറ്റ് താരം. ഇനി അംഗം വിദേശത്ത്. വാർത്തകൾ വിശദമായി. ചേലക്കര നിയുക്ത MLA UR പ്രദീപിന്റെ നന്ദി രേഖപ്പെടുത്തൽ പര്യടന പരിപാടിക്ക് മണ്ഡലത്തിൽ തുടക്കമായി. 9 പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിലെ 3 ദിവസമായാണ് പര്യടന പരിപാടി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പാക്കുമെന്നും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും UR പ്രദീപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ അതേ വാക്കുകളാണ് ഇപ്പോഴും പറയാനുള്ളത്. 4-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ ജനങ്ങളെ വന്ന് കണ്ട് നന്ദി പറയണം. അന്ന് പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ പാലിക്കും. വികസനം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. വികസനത്തിനൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. കോട്ടക്കൽ നഗരസഭയിലെ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി കായിക വാർത്ത. ഫാസ്റ്റ് ബോളർ സിദ്ധാർത്ഥ് കൗൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 വർഷം മുമ്പാണ് സിദ്ധാർത്ഥ് ഇന്ത്യക്കായി അവസാനമായി കളിച്ചത്. ഇനി വിദേശ ക്ലബ്ബുകളിൽ കളിക്കും. 2018 ജൂണിലും 2019 ഫെബ്രുവരിക്കും ഇടയിൽ T20യിലും ഏകദിനത്തിലും 3 വീതം 6 മത്സരങ്ങൾ കളിച്ചിരുന്നു ഈ 34-കാരൻ. വാർത്തകൾ അവസാനിക്കുന്നു. സാക്, യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ്. വാച്ച് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.